ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ബാക്കി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ ആദ്യമായിട്ടെത്തിയ UDF അനുഭാവി എന്ന് പറയുന്നത് പാലക്കാട് MLA ആയിട്ടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വേദിയിലേക്ക് വന്ന സമയത്ത് ജനങ്ങൾ ഒരുപാട് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഈ ഒരു പാർട്ടിയിലേക്ക് വരണമെന്ന് ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട്. വി ഡി സതീശൻ ഈ പറയുന്ന ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്ന സമയത്ത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായതായിട്ടും അതുപോലെ ഒത്തിരി കേസുകളിൽ അദ്ദേഹം പ്രതിയാക്കപ്പെട്ടത് കൊണ്ടും സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരുകൾ ഒത്തിരി കേസുകളുടെ ഭാഗമായിട്ട് കോടതിയിൽ വന്നതിന്റെ പേരിലുമാണ് ഈ ഒരു പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആ ഒരു സമയത്ത് പാർട്ടി മെമ്പേഴ്സും പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടത്. അതിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന UDF പാർട്ടിയിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം മാറി നിൽക്കാനുണ്ടായത്. ഈ ഒരു വർഷം പാലക്കാട് ഇലക്ഷന്റെ ഭാഗമായിട്ട് രമേശ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഇലക്ഷന് നിൽക്കുകയും ആ ഒരു സ്ഥാനത്ത് രമേശ് പിഷാരടി MLA ആയിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി MLA ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരള അസംബ്ലിയിൽ ഒരു അംഗമായിട്ട് വരാനായിട്ട് ഈ ഒരു സമയത്ത് അത് പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. എന്തൊക്കെയാണെങ്കിലും UDF സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുമതല രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൂടി ഏൽപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ പറയുന്ന എല്ലാവരും അത്തരത്തിലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരുപാട് ജനങ്ങളും അദ്ദേഹത്തെ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി വെക്കുന്ന സമയത്ത് ഈ പറയുന്ന അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു പാർട്ടിയുടെ ഇമേജ് പോകുന്നത് ഏത് പക്ഷത്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ജനങ്ങൾ ആ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിക്ക് കൊണ്ടുവരാതിരിക്കാം, ആ ഒരു പാർട്ടിക്ക് അകത്തേക്ക് വീണ്ടും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജനങ്ങൾക്ക് വേണം, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ഇഷ്ടമാണ്, അദ്ദേഹം പാർട്ടിയിലേക്ക് വരണമെന്ന് ഒത്തിരി UDF അനുഭാവികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുമതല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒഫീഷ്യൽ ആയിട്ടോ അൺഒഫീഷ്യൽ ആയിട്ടോ ഈ പറയുന്ന UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യ മന്ത്രിസഭയൊക്കെ കൂടിക്കഴിഞ്ഞതിന് ശേഷം കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും UDF പാർട്ടിക്കുള്ളിൽ ഇപ്പൊ സജീവമായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചുമതല അധികം വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനും കൂടി കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് നമുക്ക് കണ്ടറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോനടിയിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് വന്നത്. വീണ്ടും രാഹുൽ ഈ ഒരു പാർട്ടിയിലേക്ക് വരണമെന്നാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും ഒരു ചുമതല അൺഒഫീഷ്യൽ ആയിട്ടോ ഒഫീഷ്യൽ ആയിട്ടോ കൊടുത്ത് UDF പാർട്ടിക്കൊപ്പം തന്നെ വെക്കാനായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും മറ്റു മന്ത്രിമാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്